യഥാർത്ഥത്തിൽ ഇവർ കാണിച്ചൊരു കുതന്ത്രമുണ്ട്. അതെന്തറിയോ? നമ്മുടെ സമസ്തക്കാര് അവർക്ക് അവരെ ശിർക്ക് തെളിയിക്കാൻ ഒരായത്തും കിട്ടൂല, അത് ഉറപ്പല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ശുദ്ധ തൗഹീദ് പഠിപ്പിച്ച ആയത്തുകൾ എടുത്തിട്ട് ശുദ്ധ ശിർക്ക് ചെയ്യാൻ തെളിവാക്കും. ഇതാണ് എൻ്റെ ചോദ്യം. മനുഷ്യനെ സംബന്ധിച്ച് ജിന്നുകളും അദൃശ്യവും അഭൗതികവുമാണ് എങ്കിൽ അവയോടുള്ള ചോദ്യം, അതിൽ മുസ്ലിം ജിന്നിനോട് ഉള്ള ചോദ്യം വസീലത്ത് ശിർക്കാകുന്ന ഒരു സഹായമാണ് എങ്കിൽ അത് എന്താണ് അതിൻ്റെ പ്രമാണം? മുസ്ലിം ജിന്നിനോട് വസീലത്ത് ശിർക്കാകുന്ന സഹായാർത്ഥനയുടെ പ്രമാണം എന്ത്? ഖുർആനിൽ നിന്നുമാണ്, ഹദീസിൽ നിന്നുമാണ്, മൻഹജ് സലഫ് അനുസരിച്ചാണ് താങ്കൾ മറുപടി പറയേണ്ടത്. അപ്പോൾ ആയത്തുണ്ടോ എന്നാണ് ചോദിച്ചത്. തീർച്ചയായും ഉണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻആമിന്റെ 128 ആയത്തിൽ പറഞ്ഞു, വയൗമ യഹ്ശുറുഹും ജമീഅ യാ മഅശറൽ ജിന്നി ഖദ് ഇസ്തക്സതും മിനൽ ഇൻസി വഖാല ഔലിയാഉഹും മിനൽ ഇൻസ് റബ്ബന ഇസ്തംതഅ ബഅദുനാ ബിബഅദിൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അൻആമിലെ 128 ആയത്താണ്. അതുകൊണ്ട് ആയത്തോതിയില്ല എന്ന് പറയണ്ട. ഇതിന് സഹായ തേട്ടത്തിന് നമ്മളെ ഹോജാക്കന്മാരും വേണം, മാത്രം കെട്ടു. ഒക്കെ ശുദ്ധ തൗഹീദ് പഠിപ്പിക്കണ ആയത്ത്. തെളിവെന്തിനാണ്? ശുദ്ധ ശിർക്കിന്. ഇയാള് കാട്ടിയ കുരന്തരം എന്താ? ഏത് സ്വഹാബി പറഞ്ഞുവെന്നല്ലേ? പിടിച്ചോളൂ സുല്ലമി. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ. അൽ ഇസ്തിസ്നാഉ ലി അഹ്ലിൽ ഈമാൻ. അഹ്ലുൽ ഈമാനിനെ കുറിച്ചാണ് ഈ പറഞ്ഞ ഇസ്തിസ്നാ. ഈമാനുള്ള മനുഷ്യന്മാരെ കുറിച്ചാണ്, മുഅ്മിനീങ്ങളെ കുറിച്ച് പറഞ്ഞതാണ് ഈ ഇസ്തിസ്നാ എന്ന് ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു. ഇല്ല എന്നാണോ? തഫ്സീർ വായിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ തരാം, വായിക്കണം, പക്ഷെ തിരിച്ചു തരണം എന്നേ ഉള്ളൂ. 3 ചോദ്യമാണ് ചോദിച്ചത്. 3 മണിമണിയായി മറുപടി പറഞ്ഞു. സ്വഹാബിയെ ചോദിച്ചു, സ്വഹാബിയെ പറഞ്ഞു. മുഫസ്സിറിനെ ചോദിച്ചു, മുഫസ്സിറിനെ പറഞ്ഞു. അതുകൊണ്ട് ഇനി മറുപടി കിട്ടിയിട്ടില്ല എന്ന് പറയണ്ട, വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. എന്തിന്? സഹായ തേട്ടത്തിന് നമ്മളെ ഹോജാക്കന്മാരും വേണം. ശുദ്ധ ശിർക്ക് പഠിപ്പിച്ച ആയത്തെടുത്തു. പച്ചയായ ശിർക്കാട്ടോ. പച്ചയായ ശിർക്ക് പഠിപ്പിക്കുന്ന ആയത്തുകൾ എങ്ങനെ ഓതിയിട്ട് ശിർക്കല്ലാത്ത കാര്യത്തിന് തെളിവാക്കുക. എങ്ങനെയുണ്ട്? ശുദ്ധ ശിർക്ക് എങ്ങനെ സംഭവിക്കുക എന്ന് പഠിപ്പിക്കുന്ന ആയത്തുകളാണ്. ആ ആയത്തെടുത്തിട്ട് ശിർക്കല്ലാത്ത കാര്യത്തിന് തെളിവാക്കി നിങ്ങളെ മുമ്പിലുള്ള സാധാരണക്കാരെ പറ്റിച്ച് കബളിപ്പിച്ച് കടന്നു പോകേണ്ട ഒരു ദുരവസ്ഥ നിങ്ങൾക്ക് വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു സങ്കടമുണ്ട്.